അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ആദ്യമായി സ്വാഗതം. കേരളത്തിൻ്റെ ഓണം ബമ്പർ, സിനിമയിലെ ഓണം ബമ്പർ, ബദലഹയും കുടുംബ യൂണിറ്റ് എന്ന നിവിൻ പോളിയും മമിത ബയ്യു എന്നിവർ ഒന്നിച്ച ചിത്രം, ഗിരീഷ് ഷേഡിയുടെ ചിത്രമാണ്. മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടി മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത്. കളക്ഷൻ്റെ കാര്യത്തിൽ യാതൊരു രക്ഷയില്ല. 3 ദിവസം കൊണ്ട് ഏകദേശം 37 കോടിക്ക് മുകളിൽ ഈ ചിത്രം നേടിയിട്ടുണ്ട് എന്നാണ് പ്രാഥമിക കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നത്. പ്രാഥമിക കണക്ക് പ്രകാരം, ഫാക്നിക്ക് നൽകുന്ന കണക്കും പ്രകാരം 37 കോടി 25 ലക്ഷത്തിലേക്ക് ഈ 2 ദിവസം കൊണ്ട് ഈ ചിത്രം കുതിച്ചുയർന്നു എന്നാണ് അറിയുന്നത്. ഗ്രോഫായിട്ട് കാണിക്കുന്ന 14 കോടി 5 ലക്ഷമാണെങ്കിൽ ഓവർസീസ് കളക്ഷൻ അതുക്കും മേലെയാണ്. ഏകദേശം ഇരട്ടി 23 കോടി 20 ലക്ഷം ആണ് ഓവർസീസ് കളക്ഷൻ. 37 കോടി 25 ലക്ഷത്തിലേക്ക് ആദ്യ 2 ദിവസം കൊണ്ട് ഈ ചിത്രം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, ആദ്യ ദിവസം ഏകദേശം 16 കോടിയൊക്കെ അടുത്താണ് ഈ ചിത്രം നേടിയെങ്കിലും രണ്ടാമത്തെ ദിവസം അത് 20 കോടി കിടക്കുമെന്ന് നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. ഇന്ന് ഒരുപക്ഷെ അതുക്കും മേലെയായിരിക്കും കളക്ഷൻ ഉണ്ടാകാൻ പോകുന്നത്. ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ ഇന്നുകൊണ്ട് 50 കോടി പിന്നിടും എന്ന് ഏകദേശം ഉറപ്പായി. അങ്ങനെ 37 കോടി 25 ലക്ഷം തന്നെ പ്രാഥമിക കണക്കുണ്ട്. കൃത്യമായിട്ടുള്ള കണക്ക് അല്പസമയത്തിന് ശേഷം വീണ്ടും പുറത്തു വരും എന്ന് തന്നെയാണ് ഞാൻ അറിയുന്നത്. ഇത് ഫാക്നിക്കിൻ്റെ കണക്കാണ്. ഇതിൻ്റെ കണക്ക് തന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കണക്ക് എന്ന് പറയുന്നത് കേരള കളക്ഷനാണ്. അത് നമ്മൾ പ്രതീക്ഷിച്ചാണ്. 6 കോടി 25 ലക്ഷം ഉണ്ടായിരുന്നു ഇന്നലെ മാത്രം. 6 കോടി 25 ലക്ഷം നേടിയ ഈ ചിത്രം 2 ദിവസം കൊണ്ട് 10 കോടി 85 ലക്ഷം കേരള കളക്ഷൻ മാത്രമായിട്ടെത്തി. അതുപോലെ കർണാടകത്തിൽ നിന്ന് 1 കോടി പിന്നിടുന്നു എന്നുള്ളതാണ്. തമിഴ്നാട്ടിൽ നിന്ന് 50 ലക്ഷം പിന്നിടുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യ ഹിന്ദി ബെൽറ്റിൽ നിന്ന് 50 ലക്ഷം പിന്നിടുന്നു. അപ്പോൾ എല്ലാ മേഖലയിലും മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം നല്ല ചിത്രങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ ആരൊക്കെ പറഞ്ഞ് ഡീഗ്രേഡ് ചെയ്താലും അതൊന്നും ചിത്രത്തെ ബാധിക്കത്തില്ല എന്ന് 100% ഉറപ്പാണ്. അങ്ങനെ 37 കോടി 25 ലക്ഷം നേടിയ ബദലഹയും എന്ന കുടുംബ യൂണിറ്റ് എന്ന ചിത്രം ഇന്നുകൊണ്ട് 50 കോടി കടന്ന് ഒരുപക്ഷെ 60 കോടിയിലേക്ക് കടക്കാനുള്ള സാധ്യത ഇന്ന് കാണുന്നുണ്ട്. അങ്ങനെ മികച്ച രീതിയിലുള്ള ബുക്കിങ്ങും ഒക്കെ കാണുന്നുണ്ട്. ഏകദേശം 3 ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റാണ് ഓരോ ദിവസവും വിറ്റുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും നമ്മൾ അല്പം മുമ്പ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഏകദേശം 10,000 കടന്നിരിക്കുന്നു മണിക്കൂർ വിൽപ്പന എന്നുണ്ട്. അത് വൈകുന്നേരം ആകുമ്പോൾ 25,000 30,000 ഒക്കെ കടക്കുന്നു. അപ്പം കുടുംബ പ്രേക്ഷകരുടെ ആദ്യത്തെ ചോയ്സ് ബദലഹയും കുടുംബ യൂണിറ്റ് തന്നെയാണ്. നിവിൻ്റെ കരിയറിലെ തന്നെ ഒരു മികച്ച വിജയമായി ഈ ചിത്രം മാറുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. പിന്നെ ഗിരീഷ് ഷേഡി എന്ന് പറയുന്ന സംവിധായകനെയും നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ ചിത്രങ്ങളും വൻപം വിജയമായി. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ പ്രതീക്ഷ വീണ്ടും കൂടുകയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത ചിത്രത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പം ഓണം വിന്നർ ബദലഹയും കുടുംബ യൂണിറ്റ് വൈകാതെ തന്നെ 100 കോടി കിടക്കും. അത് 200 കോടി കിടക്കുമോ, അത് എവിടം വരെ ചെന്ന് നിൽക്കും എന്ന് മാത്രമേ നമുക്ക് ഇനി അറിയേണ്ടതുള്ളൂ. അതിനുവേണ്ടി കാത്തിരിക്കാം. പുതിയ ബദലഹയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്തും വരെ. ഓക്കെ.